Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്ക് അതിന് എത്ര റിട്ടേൺസ് നമുക്ക് കിട്ടും, രണ്ടാമത്തെ അതിൽ എത്ര റിസ്ക് ഇൻവോൾവ് ആണ് എന്നുള്ളത്. അപ്പം ഈ രണ്ട് ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് റിസ്ക്കും റിട്ടേൺസും ബാലൻസ് ചെയ്തിട്ടാവും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബെറ്റർ റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള ഒരു ഓപ്ഷൻ ആകും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് എങ്ങനെ റിസ്ക് റിവാർഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് റിസ്ക് റിവാർഡ് റേഷ്യോ വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗിൽ റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ എങ്ങനെ നമുക്ക് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ എഫക്റ്റീവ്ലി യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ബട്ട് അതിനൊക്കെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഗ്രോ മലയാളം എന്നീ ചാനൽ നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈമിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇനി നമുക്ക് ടൈം കളയാതെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ. ആദ്യം നമുക്ക് എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ₹1 നിങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് എത്ര റിവാർഡ് കിട്ടുന്നു എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ 1:10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ₹1 റിസ്ക് എടുത്തുകൊണ്ട് ₹10 ഏൺ ചെയ്യാൻ റെഡിയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അതുപോലെ തന്നെ ഇപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ 1:5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ₹1 റിസ്ക് എടുത്തുകൊണ്ട് ₹5 ഏൺ ചെയ്യാൻ റെഡിയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഗവൺമെൻറ് ബോൺസ് ഒക്കെ റിസ്ക് ഫ്രീ ആണെന്നുള്ളത്. അതായത് അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, അതായത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു ഡീഫാൾട്ട് വരില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ബോൺസിൻ്റെ റിട്ടേൺസ് ഒക്കെ റിസ്ക് ഫ്രീ റിട്ടേൺസ് ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 10-year ബോണ്ട് ഈൽഡ് വരുന്നത് അറൗണ്ട് ഒരു 6.5% ആണ്. അതായത് ഒരു റിസ്ക് ഇല്ലാതെ നമുക്കൊരു 6.5% റിട്ടേൺസ് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങളിപ്പം റിസ്കി അസറ്റ്സിലേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഇക്വിറ്റി, ഡെറ്റ് ഇതിലേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 6.5%-ലും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡെറ്റ് അസറ്റ് ക്ലാസ്സിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ബോൺസിനേക്കാളും കുറച്ചും കൂടി റിസ്ക് ഉള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നമ്മുടെ ഡെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലോണ്. അപ്പം നമ്മുടെ ഡെറ്റ് ഫണ്ടിലേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് വേറൊരാൾക്ക് നമ്മൾ ലോണായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള റിസ്കുകളുണ്ട് അതിൽ. ലൈക്ക് ഇപ്പം ക്രെഡിറ്റ് ഡിഫാൾട്ട് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, അങ്ങനെ പലതും. ഇപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ ഒരു ബാങ്ക്രപ്സി ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലുള്ള ഇൻവെസ്റ്റേഴ്സിനായിരിക്കും ഫസ്റ്റ് പേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ നഷ്ടമാവാനുള്ള ചാൻസ് ഒക്കെ അവിടെ കുറവാണ്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ബോൺസിനേക്കാളും റിട്ടേൺസ് കൂടുതലാണ് നമ്മുടെ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറയാനുള്ള കാരണം. ഇനി നമുക്ക് ഇക്വിറ്റി അസറ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസ്ക് ഉള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി അസറ്റ് ക്ലാസ്. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ വോളറ്റിലിറ്റി, അതുപോലെ തന്നെ മാർക്കറ്റ് കറക്ഷൻ കൊണ്ടൊക്കെ ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു 40 മുതൽ ഒരു 50% വരെ ക്യാപിറ്റൽ നഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്നും കൂടാതെ ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ഓപ്പറേഷനൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയൊക്കെ ഡിസോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിന് 100% വരെ നഷ്ടമാവാനുള്ള ചാൻസ് അവിടെയുണ്ട്. സപ്പോസ് നിങ്ങളിപ്പം ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനി ബാങ്ക്രപ്റ്റ് ആയി എന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എന്താ അവിടെ സംഭവിക്കുന്നത്, കമ്പനിയുടെ അസറ്റ്സ് ഒക്കെ ലിക്വിഡേറ്റ് ചെയ്യും. അതായത് അസറ്റ്സ് ഒക്കെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് ശേഷം ആരൊക്കെയാണോ കമ്പനിക്ക് ലോണിൻ്റെ ഫോമിൽ പേ ചെയ്തേക്കുന്നത് അവർക്ക് നമ്മൾ തിരിച്ച് റീപേ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളതായിരിക്കും ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത് ഡെറ്റിനേക്കാളും ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്സ് ഒക്കെ റിസ്കിയർ ആണെന്ന്. അപ്പോൾ അതായത് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ ഇക്വിറ്റി ഹോൾഡേഴ്സിന് മുമ്പ് നമ്മൾ പേ ചെയ്യുന്നത്. ഇപ്പം ഇക്വിറ്റിയിൽ ഇപ്പോൾ ആണ് റിസ്ക് കൂടുതലെങ്കിൽ ആസ് ആൻ ഇൻവെസ്റ്റർ നമ്മൾ റിട്ടേൺസ് നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഇക്വിറ്റിയിൽ തന്നെയായിരിക്കും. സപ്പോസ് ഇപ്പം നിങ്ങൾ ഇക്വിറ്റിയിൽ ഒരു 10 മുതൽ 12% റിട്ടേൺസ് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോൺസിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഒരു 9% ഇൻക്രീസ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ സ്റ്റിൽ ഒരു 2 മുതൽ 3% റിട്ടേൺസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇക്വിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു വൈസ് ഡിസിഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 എക്സാമ്പിൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. അതായത് റിസ്ക്കും റിട്ടേണിൻ്റെയും കേസ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് റിസ്ക് കൂടുതലാണെങ്കിൽ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന റിട്ടേൺസും കൂടുതലായിരിക്കും.
അപ്പം നമ്മൾ നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ അസറ്റ്സിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിസ്കിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടി നമ്മളിവിടെ നോക്കണം, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു 6 മന്ത്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിൽ FD ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റോക്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു റിസ്കി ഓപ്ഷൻ ആണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങളൊരു 10 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയെങ്കിൽ ഇവിടെ FDയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു റിസ്കി ഓപ്ഷൻ ആവും എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോക്സ് ഒക്കെ ലെസ് റിസ്കി ഓപ്ഷനും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് ഈവൻ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ഓവറോൾ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും കിട്ടുന്നത്, അത് റിസ്ക് തന്നെയാണ്. അപ്പം റിസ്ക് റിവാർഡ് റേഷ്യോനെ പറ്റി പറയുമ്പോൾ ടൈം ഹൊറിസോണും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കിവിടെ 2 വേർഡ്സ് ഉണ്ട്, അതായത് റിസ്ക്കും റിവാർഡും. അപ്പോൾ ഈ 2 വേർഡ്സ് നമ്മളൊന്ന് ഡീകോഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ നമുക്ക് ലോസ് ചെയ്യാവുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പറയാം. അപ്പോൾ സ്റ്റോക്കിൽ ഇപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി പോയിന്റും നമ്മുടെ സ്റ്റോപ്പ് ലോസും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഇനി റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് ആണ്, അതായത് നമ്മുടെ സെല്ലിംഗ് പോയിന്റും നമ്മുടെ എൻട്രി പോയിന്റും ഇവർ തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്നത് ഇങ്ങനെയാണ്, അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു എൻട്രി പോയിന്റ് മൈനസ് സ്റ്റോപ്പ് ലോസ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ടാർജറ്റ് മൈനസ് എൻട്രി ടാർജറ്റ് ആണ്. തം റൂൾ ആയിട്ട് പറയുമ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് റിവാർഡിനേക്കാളും കൂടുതലാണ്. ഇനി റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ പ്രോഫിറ്റ് റിസ്കിനേക്കാളും കൂടുതലാണ് എന്നാണ്. നമ്മളിപ്പം പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റേഷ്യോ ലെസ് ദാൻ 1 ആണ്, അതായത് റേഷ്യോ ഇൻവെസ്റ്റേഴ്സിന് ഫേവറബിൾ ആണ്. ഇനി റിസ്ക് റിവാർഡ് റേഷ്യോ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ലോസ് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റേഷ്യോ ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത്. ബിക്കോസ് ഇൻവെസ്റ്റ്മെന്റിൽ പ്രോബബിലിറ്റിക്ക് വലിയൊരു റോള് തന്നെയുണ്ട്. അതായത് ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ബട്ട് റിപ്പീറ്റ്ലി നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിസ്കി ആയിരിക്കും. അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ക്യാപിറ്റൽ എപ്പോൾ വേണമെങ്കിലും നഷ്ടമാവാനുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു റേഷ്യോയുടെ ഹെൽപ്പോടെ നമുക്കൊരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ട്രാറ്റജിക്കും അതുപോലെ തന്നെ എല്ലാ ഫോമിലേക്കൊക്കെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റേഷ്യോയ്ക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. ഇപ്പം റിസ്ക് റിവാർഡ് റേഷ്യോ കുറവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് ഏൺ ചെയ്യും എന്നല്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു ടാർഗറ്റിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ മാത്രം നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എൻട്രി പോയിന്റ് അനുസരിച്ചിട്ട് നമ്മൾ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷെ നമ്മളിവിടെ മാർക്കറ്റ് കണ്ടീഷൻ അതുപോലെ തന്നെ ബിസിനസ് വാല്യൂ ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കണം, അതായത് നമ്മുടെ പ്രൈസ് സ്റ്റോപ്പ് ലോസിന് മുമ്പ് ടാർഗറ്റ് റീച്ച് ചെയ്യാനുള്ള റീസണബിൾ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ബിക്കോസ് ടാർഗറ്റ് പ്രൈസ് എത്തുമ്പോഴാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി മാർക്കറ്റ് വോളറ്റൈൽ ആണെങ്കിൽ അങ്ങനെയെങ്കിൽ നമ്മുടെ ടാർഗറ്റിന് മുമ്പായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഇനി നിങ്ങളിപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെയുള്ള പോയിന്റ്സിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് റിസ്ക് റിവാർഡ് റേഷ്യോ എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇനി റിസ്ക് റിവാർഡ് റേഷ്യോ യൂസ് ചെയ്യാൻ നേരത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. അതായത് മാർക്കറ്റ് കണ്ടീഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ എൻട്രി പോയിന്റ് അതുപോലെ തന്നെ എൻട്രി ടൈം നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഇനി മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് അതുപോലെ തന്നെ ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇനി ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ബാക്കിയുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ റേഷ്യോൻ്റെ ലിമിറ്റേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ റേഷ്യോ മാത്രം നോക്കിയിട്ട് നിങ്ങളൊരു ബൈ ഓർ സെൽ ഡിസിഷൻ നിങ്ങൾ എടുക്കരുത്. അപ്പം ഓൾദോ ഇതൊരു യൂസ്ഫുൾ ടൂളാണ്, ബട്ട് ഇത് മാത്രം നോക്കിയിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നിങ്ങൾ എടുക്കരുത്. അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.